എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ സുരക്ഷാ പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നിവ വഴി അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാണ്. എന്നാൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടാത്ത സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവർക്കായിട്ട് കാരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന മികച്ചൊരു പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF. സർക്കാർ ആശുപത്രികൾക്കും സർക്കാർ അംഗീകരിച്ച സ്വകാര്യ ആശുപത്രികൾക്കും കീഴിൽ ഈ ഒരു ചികിത്സാ ആനുകൂല്യം ലഭ്യമാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഇല്ലാത്ത സാധാരണക്കാർക്ക് ഈ പദ്ധതിയിൽ വലിയൊരു ആശ്വാസകരമാണ്. ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്കും ചികിത്സാ സഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. KBF പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കുടുംബത്തിന്റെ വാർഷിക വരുമാനം പ്രധാനമാണ്. പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നത്. റേഷൻ കാർഡിലെ വരുമാന വിവരങ്ങൾ പരിശോധിച്ചോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയോ ഈ അർഹത തെളിയിക്കാവുന്നതാണ്. പ്രധാനമായും ക്യാൻസർ രോഗികൾ, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഹീമോഫീലിയ തുടങ്ങിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവർക്കും ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായിട്ട് വരുന്നവർക്കും അപകടങ്ങളിൽ പരിക്കേറ്റവർക്കുമാണ് ഈ പദ്ധതി മുഖേന മുൻഗണന ലഭിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ അടിയന്തര ചികിത്സാ സഹായമായിട്ട് 2 ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് മാരക രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ, ഹൃദയരോഗം തുടങ്ങിയ ഗുരുതര രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് പരമാവധി 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, അതായത് വൃക്ക മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സകൾ 3 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. വൃക്ക രോഗികൾക്ക് ഡയാലിസിസിനായിട്ട് പ്രത്യേക പാക്കേജുകളും ഈ പദ്ധതിയിലുണ്ട്. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സൗജന്യമായിട്ട് നൽകുന്നതിനും ഈ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ലോട്ടറി വകുപ്പ് നേരിട്ട് നടത്തിയിരുന്ന ഈ പദ്ധതി ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട്, അതായത് കാസ്പുമായിട്ട് സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത്. സർക്കാർ ആശുപത്രികളായിട്ടുള്ള താലൂക്ക് ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ ഈ ഒരു സൗകര്യം ലഭ്യമാണ്. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുമായിട്ട് സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ KBF ആനുകൂല്യം ലഭിക്കുന്നതാണ്. ആശുപത്രികളിലെ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കുകൾ വഴി രോഗികൾക്ക് ഇതിനായിട്ടുള്ള അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് രോഗിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകളും വരുമാനം തെളിയിക്കുന്ന രേഖകളും കരുതേണ്ടതായിട്ടുണ്ട്. നിലവിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ, അതായത് കാസ്പിന്റെ ഭാഗമല്ലാത്തവർക്കും KBF വഴി സഹായം ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കോ അപേക്ഷാ ഫോമിന് വേണ്ടിയോ നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ ലോട്ടറി ഓഫീസിനെയോ അല്ലെങ്കിൽ ആശുപത്രിയിലെ ഹെൽപ്പ് ഡെസ്കിനെയോ സമീപിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.